അപ്പൊ ഇന്നത്തെ എപ്പിസോഡാണ് ഞാൻ കറക്റ്റായിട്ട് കണ്ടത്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ലൈവ് കണ്ടില്ല. സോ ജയിൽ നോമിനേഷൻ ഞാൻ എപ്പിസോഡിൽ കണ്ടു. ജിൻഡോയും ഡയറക്റ്റ് നോമിനേഷനിൽ ജിൻഡോ വന്നു. എല്ലാവരും ചേർന്ന് വീട്ടുകാരെല്ലാവരും ചേർന്ന് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു. അതോടുകൂടി ജാസ്മിൻ ട്രിഗറായി. ഈ ജയിലിൽ പോയിട്ടും ജാസ്മിൻ ആ ട്രിഗറായ ജാസ്മിൻ മുഴുവൻ കാണിച്ചത് ജിൻഡോയോടാണ് കലിപ്പി തീർത്തത്. ജയിലിലും ഗുണ്ടായിസം, ശരിക്കും പറഞ്ഞാൽ തെണ്ടിത്തരമല്ലേ കാണിക്കുന്നത്. എന്താണ് ജാസ്മിനെ കഴിഞ്ഞ വീക്കിലാണ് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, കുട്ടി വാടോ പോടോ എന്നുള്ളത് നിർത്തൂ, എന്താ പേരെങ്കിലും വിളിക്കുന്നുള്ളത്, എണീക്കടോ എണീക്കടോ. എന്താണിത്? ഒരു മനുഷ്യജീവിയല്ലേ ജിൻഡോ, ഓർഡർ ഇടുന്നതാണ്. ഇവൾ ആരാണ് അവിടുത്തെ? എത്ര വയസ്സിന് താഴെയാണ് ഈ ജാസ്മിൻ? എണീക്കടോ, എണീച്ചെന്നിട്ട് പറയാം. ജിൻഡോയെ മാറിക്കിടക്കാൻ പറയുന്നതിനൊക്കെ ഒരു നീതി, ന്യായം, മാന്യത എന്നൊക്കെ ഉണ്ട്, ഒരു ബഹുമാനം, റെസ്പെക്ട് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ല. അത് പിന്നെ ജന്മ ഗുണമായിരിക്കും, പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ അവര് എല്ലാം വൃത്തി, വെടുപ്പ്, പെരുമാറ്റം എല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ ജനിച്ച് വളർന്നതിൽ നിന്ന് കിട്ടുന്നതാണ്. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഒരു 10-20 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി മുളയ്ക്കുന്നതല്ല. അപ്പൊ ശീലിച്ചതേ പാലിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ജാസ്മിന്റെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ ആ കുട്ടിക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് ഇതുമാതിരിയൊക്കെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരാളെ പോലും ഒരു ബഹുമാനം പറയുന്നില്ല. ഇനിയിപ്പോ വീട്ടിൽ അച്ഛനും അമ്മയുടെ അടുത്തും പുറത്തുള്ളവരുടെ അടുത്തൊക്കെ എങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ജിൻഡോയുടെ കാണിക്കുന്നത് എല്ലാവരോടും കാണിക്കുന്നത് അന്യായമാണ്. പ്രത്യേകിച്ച് ജിൻഡോ ആയതുകൊണ്ട് ആ കിടന്ന ഭാഗത്തുനിന്ന് ആ ജയിലിനകത്ത് എത്ര സ്ഥലമുണ്ട്? 2-3 പേർക്ക് കിടക്കാനുള്ള സ്ഥലമില്ലേ? ആ ഇത്തിരി പോകുന്ന കുടിസായ ഒരു ഏരിയയിൽ പോയി കിടന്നിട്ട് അവിടെ കുറച്ച് AC തണുപ്പ് കിട്ടുന്നു പറഞ്ഞാൽ അവിടെ പോയി ആ കുടവ് മാറ്റി വെച്ച് അതിനകത്ത് പോയി കിടന്നിട്ട് ജിൻഡോ എടുത്ത് മാറിക്കിടക്കും. ഒരു മാറിക്കിടക്കാൻ പറയുന്ന ഒരു മനുഷ്യന് മര്യാദയില്ലേ? എണീച്ചിട്ട് എടുക്കടോ, എണീക്കടോ, വാടോ. ആരാ ഇവള്? ഇവളുടെ വീട്ടിലെ വേലക്കാരനാണോ ജിൻഡോ? എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇവളും ജയിൽ പുള്ളി, ജിൻഡോയും ജയിൽ പുള്ളിയാണ്. എന്താണിത്? എന്നിട്ട് ജിൻഡോനെ പോയി അടിക്കുന്നു. ഇത് ഫിസിക്കൽ അസോൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഈ ജയിലിൽ നടന്നത് അനീതിയാണ്. ഇത് ലാലേട്ടൻ വന്ന് എന്തായാലും ചോദിക്കണം. ഇത് ജിൻഡോ ആണ് തമാശ രൂപത്തെങ്കിലും ആ പെൺകുട്ടിയുടെ മേലെ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിരുന്നെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ടാണ്. ഈ സീസൺ 4 റോബിൻ റിയാസ് തമ്മിലുള്ളതിൽ ആ ഒരു ജസ്റ്റ് ഒന്ന് തള്ളുന്നതിനെ പ്രതിരോധിച്ചതാണ് റോബിൻ. ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ ബിഗ് ബോസ് ഈ ബിഗ് ബോസും ഈ പ്ലാറ്റ്ഫോമും എന്റെ മോൾഷനും എല്ലാം അതാണെങ്കിൽ ഇന്ന് ജയിലിൽ കിടന്ന് ജാസ്മിൻ ജിൻഡോയെ കിടക്കുന്ന കിടപ്പിൽ ഇങ്ങനെ നന്നായി അടിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കണ്ടതാണ്. ഷോക്ക്. ഞാൻ ലൈവ് കണ്ടിരുന്നില്ല, പക്ഷെ എപ്പിസോഡ് ഫുള്ളായിട്ട് നമ്മൾ കണ്ടതാണ്. ഞങ്ങളത് വീട്ടിൽ കണ്ടു. അതിനുശേഷം നമ്മൾ കുറെ വീഡിയോസിന്റെ ഒക്കെ അതൊക്കെ നോക്കി കണ്ടു. ശരിക്കും ജാസ്മിനെ അടിക്കുന്നുണ്ട്. ഇത് ലാലേട്ടൻ ചോദിക്കണം. ഇതും ഫിസിക്കൽ അസാൾട്ടാണ്. അങ്ങനെ തമാശയൊന്നും ഇതിലില്ല. ഇത് അങ്ങനെയെങ്കിൽ ജാസ്മിനെ പുറത്താക്കേണ്ട എല്ലാ വകുപ്പുമുണ്ട്. പക്ഷെ ഇവര് ജാസ്മിനെ മുല്ലപ്പൂവിനെ കപ്പ് കൊടുത്തേ അടങ്ങൂ എന്ന് പറയുകയാണെങ്കിൽ പാർഷ്യാലിറ്റി ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചുമ്മാ നമ്മൾ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി ഈ ഷോ കാണുന്നു എന്നല്ലാതെ നമുക്ക് സിൻസിയർ ആയിട്ട് ഈ ഷോ ഇനി കാണാൻ നമുക്ക് പറ്റില്ല. ആ ലെവലാണ്. ഇതുപോലത്തെ ഒരു തെറിച്ച പെണ്ണ് ഇനി വേറെയില്ല. നമുക്ക് കുറെ കാര്യങ്ങളിലെല്ലാം ഒരു പെൺകുട്ടി എന്ന രീതിയിൽ നമുക്കത് പരിഗണിക്കാമെന്നാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് തറയാണ്. ഇത് തൊട്ടിത്തരമാണ് കാണിക്കുന്നത്, റൗഡിസമാണ് കാണിക്കുന്നത്. ആ ഒരു മനുഷ്യനെ അത് ജാസ്മിൻ അടിക്കുന്നു, ജാസ്മിൻ ആക്രോശിക്കുന്നു. എന്നിട്ട് പോലും വീട്ടുകാർ എല്ലാവരും കൂടെ എണീച്ച് വന്നിട്ട് ജിൻഡോയ്ക്ക് നേരെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് പവർ ടീമില് ഋഷി, ശരണ്യ, ശ്രീരേഖയ്ക്ക് എന്ത് തേങ്ങയാണ് അതിനകത്ത് ചെയ്യുന്നത്? വല്ലപ്പോഴും ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നു, സ്കോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ ഒന്നും അറിയില്ല. 10-11 വന്ന് നിലവിളിക്കുന്നു. ആ വീട്ടിനകത്ത് എന്താ നടക്കുന്നത്? ഏത് ഭാഗത്ത് ന്യായം? ഇനിയിപ്പോ എന്ത് തന്നെ ആവട്ടെ, ജാസ്മിന്റെ ഭാഗത്ത് ന്യായം തന്നെ ചോദിക്കൂ. ജാസ്മിന്റെ പെരുമാറ്റത്തിന് ഒരു മാന്യത വേണ്ടേ? എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? ഒരു മാന്യത വേണ്ടേ? ഒരു മനുഷ്യനെ ഇതുപോലത്തെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ടാണ്. അടിച്ചത് ജാസ്മിൻ. എന്നിട്ട് എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജിൻഡോയെ കുറ്റപ്പെടുത്തുന്നു. കാരണം പവർ ടാസ്കില് ശരണ്യെ അറ്റാക്ക് ചെയ്തു എന്നുള്ള കലിപ്പാണ് തീർക്കുന്നത്. പേഴ്സണൽ ഗ്രഡ്ജാണ് അവിടെ നടക്കുന്നത്. ഈ ലാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിറയെ പേര് ഇതുപോലത്തെ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ട്. കുറെ കമന്റുകളുണ്ട്. ഇതെല്ലാം ശരിക്കും ഏഷ്യന്റെ പ്രൊമോയിലും ഇൻസ്റ്റയിലും എല്ലാം ഇവര് പ്രൊമോ ഇടുന്നതിലൊക്കെ ഒരുപാട് കമന്റ്സ് ഇതിന് പ്രതികരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും ഇവര് കാണുന്നതാണെങ്കിൽ, ഈ ലാലേട്ടനോ ഏഷ്യന്റെ ടീമോ ബിഗ് ബോസ് ടീമോ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് വന്ന് ചോദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ആവർത്തിക്കരുത്. ഇപ്പൊ ജാസ്മിന് പോലും ചോദിച്ചു കഴിഞ്ഞപ്പോഴും അയ്യോ ലാലേട്ടാ ഞാൻ അങ്ങനെ മറന്നോ. പിന്നെ വീട്ടുകാർ പിന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല.
അവർ എല്ലാം കാണാതെയാണ് അവർ പറയുന്നത്. ജിൻഡോ ആണെങ്കിൽ കുറ്റക്കാരനാണ് എന്നാണ് വരുത്തി തീർക്കുന്നത്. ഇപ്പൊ സിബിൻ പോയി ഇനി ജിൻഡോയും കൂടെ പുറത്താക്കണം. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ലാതെ ജാസ്മിന് കപ്പും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോ അങ്ങ് നിർത്തിയാൽ മതി. ഡയറക്റ്റ് 100ാമത്തെ ദിവസത്തിലേക്ക് വിട്ട് കപ്പ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ടാസ്കുകൾ എലിമിനേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമേ ഇല്ല. അതാണ് മുല്ലപ്പൂവിന് ഈ മൂക്കള ഫാൻസ് ഇത്രയും വൃത്തികെട്ട ഈ ജന്തുവിനെ കൊണ്ടുപോയിട്ട് കപ്പ് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഷോ നടത്തുന്നത്? അത് അങ്ങ് അനൗൺസ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇതുപോലെ ഒരു മനുഷ്യനെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്ത് ഇത്രയും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് അത് തമാശക്കാണെന്ന് പറഞ്ഞാൽ ഈ അതുപോലെ ടാസ്കിന്റെ ഇടയിലും കൂടെ അത് നമുക്ക് ടാസ്കിന്റെ സ്പിരിറ്റിൽ എടുക്കാം. പക്ഷെ ലാലേട്ടന്റെ CID വന്നിട്ട് പറഞ്ഞ തല്ലി നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ സോപ്പിട്ടിട്ട് പോയതാണ്. കാരണം വേറെ കേസും മറ്റും പുറത്ത് കിടക്കാണ്, ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. അപ്പൊ ഇനി അതൊരു പ്രശ്നം വരേണ്ട പറഞ്ഞിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് പോയി. അതുകൊണ്ട് ഈ ജാസ്മിനെ അടിച്ചു എന്നുള്ളത് ലാലേട്ടൻ തേച്ച് മാറ്റി ചിലപ്പോൾ ചോദിക്കേയില്ല. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകര് പൊട്ടന്മാരും ഇവർക്ക് വോട്ട് കൊടുക്കുന്നവര് വേസ്റ്റ് എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം. ഇത് ജിൻഡോയാണ് തിരിച്ച് ഇതുപോലെ വെറുതെ ഒന്നെങ്കിലും ഇതിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പെണ്ണിനെ അടിച്ചു എന്ന് പറഞ്ഞ ആള് ഈ എന്താ പറയാ ഈ നോട്ടീസ് അടിച്ച് ഒട്ടില്ലേ? അപ്പൊ ആണിന്റെ ഒരു നീതി പെണ്ണിനൊരു നീതി ഉണ്ടോ? എന്താ പെണ്ണ കാണിക്കുന്നത്? ശരിക്കും ഗുണ്ടയോ? ആ ബിഗ് ബോസ് സീസൺ 6 ഗുണ്ടയാണ് തോന്നുന്നു. കുറെ ഗബ്രിയുടെ ഗുണ്ടയായിട്ട് നടന്നപ്പോ ജയിലിലും ഒരു ഗുണ്ട. എന്താണ് ഒരു വാക്കിലും നോക്കിലും പ്രവൃത്തിയിലൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ ഒരു പെണ്ണാണ്. പക്ഷേ എന്താ പറയാ, ടു ബാഡ് ജാസ്മിൻ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചില വിഷയങ്ങളിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്താണ് ആ പെൺകുട്ടി വയ്യാതിരിക്കുമ്പോഴോ ചിലതിൽ സങ്കടം വരുമ്പോഴോ എല്ലാം നമുക്ക് ചിലപ്പോൾ ഓപ്പോ എത്ര എല്ലാവരും പറയുന്നു കഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ യാതൊരു ദയം അർഹിക്കാത്ത രീതിയിലൊരു പെരുമാറ്റമാണ് ഇന്ന് ജയിലിൽ കാണിച്ചത്. എനിക്ക് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റാത്തതായി പോയി. ഒരു മനുഷ്യനെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തോളം വെറുപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണന പോലും ഇല്ല. പ്രത്യേകിച്ച് ജിൻഡോ ആണെങ്കിൽ ചെണ്ടയാണ്. വരുന്നവനും പോണവനും എടുത്ത് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞങ്ങള് എല്ലാവരും ഈ കണ്ടതിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ അഭിപ്രായം എന്നുള്ളത് അറിയില്ല. ജാസ്മിൻ ജിൻഡോയെ അടിച്ചത് ഫിസിക്കൽ അസോൾട്ടാണ്. ഇതിൽ നമുക്ക് ഇനി ലാലേട്ടൻ എന്താണ് വന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡ് സാറ്റർഡേ എപ്പിസോഡിൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ലെങ്കിൽ ബിഗ് ബോസ് ടീം ഈ മുല്ലപ്പൂവിനെ അങ്ങ് കപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. എന്തെങ്കിലും ചോദിച്ച് ചിലപ്പോൾ കണ്ണി പൊടിയിടാനായിട്ട് തേച്ച് മാച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ അതും പിന്നെ കണ്ണി പൊടിയിടാനായിട്ട് തന്നെയാണ്. ശരിക്കും ഇന്നലെ പവർ ചാലഞ്ച് കോയിൻ ടാസ്കും ഇതേപോലത്തെ ജയിലിലും ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ് നീതി ന്യായം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് ഒത്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ ഇന്നലത്തെ പവർ കോയിൻ ടാസ്കിനും ഇതുപോലെ പ്രതികരണമുണ്ട്. ഇന്നത്തെ ജയിലിന്റെ ഇതുപോലെ നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോയിലെല്ലാം ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളാണ് ഈ ഷോയെ കൊണ്ടുപോകുന്നത്, അവരുടെ വോട്ടിംഗ് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കാണിച്ച് ആ തെറ്റ് തിരുത്തി ഫിസിക്കൽ അസോൾട്ട് ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ പുറത്താക്കണം. സിബിൻ എങ്ങനെ ഒരു വാക്കുകൊണ്ട് പുറത്താക്കി വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നല്ലേ സിബിൻ ആഗ്രഹിച്ചത്. അപ്പോഴേക്കും ഇവർ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു അയച്ചല്ലോ. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 2 ദിവസത്തെ റിലീഫ് വേണം, മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ തന്നെ സിബിൻ ഉദ്ദേശിച്ചത്. ഇവര് ബിഗ് ബോസ് വീട്ടിൽ നിന്നേ പുറത്താക്കി നാട്ടിലേക്ക് അയച്ചില്ലേ. അപ്പോ ബിഗ് ബോസിനെ പറ്റുന്ന ആൾക്കാര് ഇവരുടെ ഈ പ്രണയ നാടകവും വൃത്തികെട്ട നാടകവും ഇവരുടെ ഭ്രാന്ത് പിടിച്ച ഇതൊക്കെ ജനങ്ങളെ കാണിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് TRP കൂട്ടാനായിട്ട് ഇതുങ്ങളെ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ വൃത്തികെട്ട പ്ലാൻ എന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രേക്ഷകരാണ് ഈ ഷോയുടെ ബലം എന്നാണെങ്കിൽ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടെ ഇവർ കണക്കിലെടുക്കണം എന്ന് ഞാൻ പറയുന്നു. ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം, വിയോജിപ്പുണ്ടാകാം. നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും മുല്ലപ്പൂവിന്റെ കുറച്ച് കുരുപൊട്ടുന്നവർ പൊട്ടി ഒലിക്കുന്നുണ്ടാകും. അവർ വന്ന് എന്തെങ്കിലുമൊക്കെ ചെലച്ചിട്ട് പോകും. അങ്ങനെയുള്ളവരെ നിങ്ങൾ കുരു പൊട്ടിക്കോളൂ തന്നെ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് അപ്പൊ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ എന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.